കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവാശ്രയത്തോടെ ദൈവപാദവിടെ കടന്നു വരാം. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഇട തന്നല്ലോ, അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങൾ 29 ഒന്നാമത്തെ വാക്യം. കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ഒരു നല്ല വാക്യമാണ് ഇത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയും കൂടെയാണ്, അതല്ലേ? അപ്പോൾ ശാഠ്യമെന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശാഠ്യമെന്ന് കേൾക്കുന്ന സമയത്ത് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു നല്ല കാര്യമല്ല. പകരം അതൊരു നെഗറ്റീവായ പ്രവൃത്തിയെ കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ്, അല്ലേ? അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ശാഠ്യം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റുവാൻ ശ്രമിക്കുന്നത് അനുഗ്രഹമായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിനകത്ത് ശാഠ്യം എന്നൊരു വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരിക്കലും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതല്ല, പകരം അത് നെഗറ്റീവായ കാര്യമാണ്. ദൈവരാജ്യത്തിൽ നിന്ന് തന്നെ നമ്മളെ അകറ്റുന്ന ഒന്നാണ് ശാഠ്യമെന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പ്രവാചക കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്കാണ് ഇവർ ദുശാഠ്യമുള്ള ജനം, അല്ലേ? അപ്പോൾ എന്തോ അതിൻ്റെ അർത്ഥം? നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധം പിടിക്കാറുണ്ട്, കൂടുതലും നെഗറ്റീവായ കാര്യങ്ങൾ. ഇപ്പോൾ സമൂഹത്തിലോ നമ്മുടെ ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ടോ കുടുംബത്തിലോ തിന്മയുടെ വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ വാശി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ നിർബന്ധം പിടിക്കുന്നവരുണ്ട്, ദൈവവചനം വായിക്കാൻ നിർബന്ധം പിടിക്കുന്നവരുണ്ട്. ആത്മീക മേഖലകളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ സ്തോത്ര ദൈവവചന ധ്യാനത്തിലൊക്കെ അത് നല്ലൊരു പ്രവൃത്തിയാണ്. എന്നാൽ അല്ലാതെ തിന്മയായിട്ടുള്ള വിഷയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ തിന്മ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശാഠ്യങ്ങൾ നിശ്ചയമായിട്ട് ദൈവരാജ്യത്തിൽ നിന്ന് തന്നെ നമ്മളെ അകറ്റുവാൻ തക്കവണ്ണം ഇടവരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ സ്തോത്ര 8-ാം വാക്യം മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ശ്രദ്ധിച്ചോ, 9-ാം വാക്യം. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അപ്പോൾ ശാഠ്യത്തിൻ്റെ റിസൾട്ട് എന്നതാ? ദൈവക്രോധം വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടവും സങ്കടവും വരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നല്ലേ? അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കാൻ ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ദൈവം കൂടെ ശാസന കേട്ടിട്ടുമെന്നൊരു പ്രയോഗമെന്ന് പറയുന്നത് ചില വിഷയങ്ങളിൽ ചില അപ്പനമ്മമാർ മക്കളെ ശാസിക്കാറുണ്ട്, പാസ്റ്റർമാർ വിശ്വാസികളെ ശാസിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവ് ശാസിക്കുന്ന മേഖലകളുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശാസനകൾ എന്ന് പറയുന്നത് നീതിയായിട്ടുള്ളത് ദൈവവചന പ്രകാരമുള്ളത് നമ്മൾ അനുസരിക്കണം. അതിനകത്ത് നമ്മൾ നിർബന്ധം പിടിച്ച് നെഗറ്റീവായിട്ടുള്ള ഇല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള വാക്കുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമ്മുടെ നാശത്തിനത് കാരണമാകും. അതുകൊണ്ട് ശാഠ്യം മാറ്റിയിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നല്ലൊരു ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ, എല്ലാവർക്കും വിടുതലായി മാറട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.